ഈ ഗോഡൌണിൽ വന്നത്? എന്തോ എടുത്തോണ്ട് ചെല്ലാൻ ജയന്തിയേച്ചി പറഞ്ഞിരുന്നു. എന്തായിരുന്നു അത്? ഓർമ്മ കിട്ടുന്നില്ലല്ലോ. എന്തായിരുന്നത്? ആരാ ചോദിച്ചു കേട്ടില്ലേ? ആരാന്ന്? ഈ ഗോഡൌണിൽ എന്തിനാ വന്നത്? ഇയാളെന്തോ ഒന്നും മിണ്ടാത്തെ? പൊട്ടനെ പോലെ മേഷിക്കാതെ ചോദിച്ചതിന് മറുപടി പറ. സത്യം പറ, കള്ളനല്ലേ നിങ്ങൾ? ഗോഡൌണിൽ ഈ സമയത്ത് ആരും ഉണ്ടാവില്ലെന്ന് അറിഞ്ഞുകൊണ്ട് ഡ്രസ് വെക്കാൻ വന്നതല്ലേ? അയ്യോ, കള്ളൻ കള്ളൻ കള്ളൻ! ആരെങ്കിലും ഓടി വരണേ! കള്ളൻ 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 കള്ളൻ! കള്ളൻ പട്ടപ്പകല് ഗോഡൌണിൽ മോഷ്ടിക്കാൻ കയറിയതാ. നീ പോയി കരുണാകരൻ സാറിനെ പ്രിയചേട്ടനെ വിളിച്ചിട്ട് പോയോ? അവന്റെ കള്ളന് നല്ല തല്ലുകൊടുത്ത് പോലീസിനെ ഏൽപ്പിച്ചോളും. നീ എന്തൊക്കെയാ പറയുന്നേ? ഇത് കൈലാസ് സാറല്ലേ? കൈലാസ് സാറോ? കൈലാസ് സാറെന്ന് പറഞ്ഞാ ഈ ഗാർമെന്റ്സിന്റെ ഉടമസ്ഥൻ PKR സാറിന്റെ മകൻ. അയ്യോ, ആണോ? ആളാകെ മാറിപ്പോയല്ലോ. മുമ്പൊരിക്കൽ കണ്ടതാ, പിന്നെ ഇപ്പോഴാ കാണുന്നേ. അതുകൊണ്ടാ മനസ്സിലാവാത്തെ. കൈലാസ്, ഇടയ്ക്കിടയ്ക്ക് എല്ലാം മറന്നു പോകുന്ന അസുഖമുണ്ട് സൗന്ദര്യക്ക്. അതുകൊണ്ട് പറ്റിപ്പോയതാ. സാറിന് അവളോട് ദേഷ്യമൊന്നും തോന്നരുത്. ദേഷ്യപ്പെടാൻ ഇവള് തെറ്റൊന്നും ചെയ്തില്ലല്ലോ. അസുഖം കാരണം എന്നെ മറന്നുപോയി. അപരിചിതനായ ഒരാളെ ഗോഡൌണിൽ കണ്ടപ്പോ ചോദ്യം ചെയ്തു. അതൊരു നല്ല കാര്യമല്ലേ? സൗന്ദര്യം പേടിക്കണ്ട, പോയി ജോലി ചെയ്യ്. സോറി സർ. സാരല്ലെന്ന് പറഞ്ഞില്ലേ, ചെല്ലേ. പാവം. വേറൊരു പാവം കൂടി ഉണ്ട് ഈ ഗാർമെന്റ്സിൽ. അയാളെ കാണാനാ ഞാൻ ഈ ഗോഡൌണിൽ വന്നത്. വേറൊരു പാവോ? കൈലാസ് സാർ ആരെയും ഉദ്ദേശിച്ചേ? ആരെയായിരിക്കും? ആലോചിച്ച് നോക്ക്. ഒരു പിടിയും കിട്ടുന്നില്ല. ശരിക്കും ആലോചിച്ചാ പിടികിട്ടും. എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. സാർ ഒരു സൂചന തരുമോ? സൂചന ഇതിലുണ്ട്, തുറന്നോക്ക്. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് ആരാണെന്ന് മനസ്സിലാവും. തുറന്നോക്ക്. ഇത് ഞാനല്ലേ? ഞാൻ പറഞ്ഞ പാവം പെൺകുട്ടി. പാർവതി പാവം മാത്രമല്ല, പിന്നെ ഫോട്ടോ ശരിക്കും നോക്കിയിട്ട് പാർവതി എന്നെ പറയും ഞാൻ എന്താ ഉദ്ദേശിച്ചെന്ന്. മനസ്സിലായോ? ഇല്ല. പാർവതി പാവം മാത്രമല്ല, സുന്ദരിയുമാണ്. അതാ ഞാനും ആലോചിക്കുന്നെ. എന്റെ നാട്ടിലെ സ്റ്റുഡിയോ ഉണ്ടേ, ചന്ദ്രേട്ടന്റെ സ്റ്റുഡിയോ. അവിടുന്ന് ഫോട്ടോ എടുത്താ ഇത്രയും ഭംഗി ഉണ്ടാവില്ല. ഇത് സിനിമാ നടിയെ പോലെയുണ്ട്. സാർ എങ്ങനെയാ ഇത്ര ഭംഗിയുള്ള ഫോട്ടോ എടുത്തത്? ഞാൻ ഫോട്ടോ എടുത്തത് പാർവതിയുടെ മുഖം മാത്രമല്ല, പിന്നെ പാർവതിയുടെ മനസ്സും കൂടിയാ. മനസ്സിന്റെ സൗന്ദര്യ മുഖത്ത് പ്രതിഫലിച്ചത്. അകവും പുറവും സുന്ദരിയ നീ. കളിയാക്കല്ലേ സാർ? കളിയാക്കിയൊന്നുമല്ല, യു ആർ ആൻ ഏഞ്ചൽ. അങ്ങനെ പറഞ്ഞോ? സാർ, എനിക്ക് ഒരുപാട് ജോലിയുണ്ട്, ഞാൻ പോയിക്കോട്ടെ? പൊയ്ക്കോളൂ.